നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പൂരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. തൊട്ടിൽ കാല് പോലെയുള്ള നക്ഷത്രമാണ് പൂരം. ആര്യമാവാണ് ദേവത. ആടുന്ന തുണിത്തൊട്ടിലാണ് ചിഹ്നം. ശുക്രനാണ് ഈ നാളിൻ്റെ രാശ്യാധിപൻ. കൂടാതെ പൂരം പുരുഷന്മാർക്ക് അനുകൂലമായ നാളാണെന്നാണ് വിശ്വാസം. എന്നിരുന്നാലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ്. അതിനാൽ പൗരുഷവും ശ്രൈണതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത്. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ലോലഹൃദയവും ആയിരിക്കും. ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും പൂരം നക്ഷത്രക്കാർ. പൊതുവെ ഗൗരവ പ്രകൃത ഉണ്ടെങ്കിൽ പോലും ഇവർ വളരെയധികം സമാധാനകാംക്ഷികളുമായിരിക്കും. ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് ഭാവിക്കുന്നവരും ആയിരിക്കും ഇവർ വളരെയധികം ഓർമ്മശക്തിയുള്ളവരായിരിക്കും. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർക്ക് കുറവായിരിക്കും. ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യം എന്ന് ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരായിത്തീരും. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരും കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കുന്നവരുമായിരിക്കും. നല്ല സന്താനങ്ങളായിരിക്കും ഇവർക്കുണ്ടാവുക. സേവനം ചെയ്യുവാനോ മറ്റുള്ളവരുടെ ഉത്തരവുകൾ കാത്തു നിൽക്കുവാനോ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാവില്ല. മൃഗരാജാവായ സിംഹം പ്രതീകമായിട്ടുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. രാശ്യാധിപനായ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിൽ കാണാം. സൂര്യന് പ്രതികാരത്വം ഉള്ളതിനാൽ സന്താനങ്ങളോട് അതിരറ്റ സ്നേഹം കൂടാതെ വാത്സല്യവും ഇവർക്കുണ്ടാവും. പൂരം നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയം, പട്ടാളം, പോലീസ്, അധ്യാപനം എന്നീ മേഖലകളിൽ ശോഭിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.